ഹലോ എവരിവൺ. എൻ്റെ CA ജേണിയിൽ ഓരോ അറ്റംപ്റ്റും ഞാൻ അടുത്തത് പ്രിപ്പയർ ചെയ്യും പോകുമ്പോൾ ഐ വുഡ് ബി ഇൻ ഹൈ സ്പിരിറ്റ്. ഓക്കെ, ഈ പ്രാവശ്യം ഫുൾ കൺട്രോളിലായിരിക്കണം പ്രിപ്പറേഷൻ. കഴിഞ്ഞ പ്രാവശ്യം പറ്റിയ മിസ്റ്റേക്ക് ഈ പ്രാവശ്യം പറ്റില്ല. അപ്പോൾ ഐ വുഡ് പ്ലേ വിത്ത് എവറി കാർഡ്സ് റൈറ്റ്. ഐ വുഡ് പ്ലേ ദാറ്റ് എവറി കാർഡ് ഇസ് ഗോയിങ് റൈറ്റ്. ഇറ്റ് ഷുഡ് ബി ഇൻ ഫുൾ കൺട്രോൾ. ഓക്കെ, ഫുൾ സീരിയസ്നെസ്സോടെ ഞാൻ ഇപ്രാവശ്യം പഠിക്കും. പക്ഷെ ഈ പറഞ്ഞ സീരിയസ്നെസ് ഒക്കെ ഒരു ആഴ്ച അല്ലെ ഏറി വന്ന മാക്സിമം 10 days ഇത്രയേ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. സെക്കൻഡ്ലി, ഈ പുതിയ അറ്റംപ്റ്റ് അല്ലെ അടുത്ത അറ്റംപ്റ്റ് എഴുതാൻ പോകുന്നതിന്റെ ഒരു ഹോപ്പ് അല്ലെ ഒരു നോവൽറ്റി ഫാക്ടർ പതുക്കെ പതുക്കെ ഫെയ്ഡ് ആയി പോകും. അത് ഫെയ്ഡായിട്ട് എന്താവുക? വി വുഡ് സ്ലിപ്പ് ബാക്ക് ടു വേർ വി വെയർ ആൻഡ് ഹൗ വി വെയർ. ആ ഒരു സ്റ്റേജിലേക്ക് ഞങ്ങൾ പോവാണ്. എന്താ അവിടെ ചെയ്യുക? ഈ പഴയ സ്റ്റേജിലേക്ക് പോവുക എന്ന് പറയുമ്പം പുതിയ അറ്റംപ്റ്റ് വരുമ്പം ആ ഒരു ഹോപ്പ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് സ്ലിപ്പ് ബാക്ക് ആവുന്നത് അഗെയിൻ ഒരു മാക്സിമം ഒരാഴ്ചയ്ക്ക് ശേഷം ഈ സീരിയസ്നെസ് ഒക്കെ പോയി വി വിൽ ഗോ ബാക്ക് ടു ഹൗ വി വെയർ ആൻഡ് വേർ വി വെയർ. അപ്പൊ അതിന്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഞങ്ങളുടെ ഒരു സെൻസ് ഉണ്ടാവും, പെയിൻ ആൻഡ് ഗ്രീഫ് ഓർ ഒരു വൂണ്ട് ഉണ്ടാവും. ഞങ്ങളെ ലാസ്റ്റ് അറ്റംപ്റ്റ് ഞങ്ങൾ ഫെയിൽ ആയതിന്റെ ഒരു ഗ്രീഫ് ഉണ്ടാവും. അതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം പതുക്കെ ഞങ്ങൾ ഒരു കോർണർ ഓഫ് ഹാർട്ടിൽ ഒരു സെൻസ് ഓഫ് കംഫർട്ട് വരും. പതുക്കെ മീൻസ് അത് ഫെയ്ഡ് ആയിപ്പോയി കംഫർട്ട്. ഒരാഴ്ച കഴിഞ്ഞ് ഒരു 10 ദിവസം ആകുമ്പോഴത്തേക്ക് ഈ കംഫർട്ട് വരും. ഈ കംഫർട്ട് പതുക്കെ വന്നു കഴിയുമ്പം അതാണ് സെക്കൻഡ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജിൽ കംഫർട്ട് വന്നതിന് ശേഷം മൂന്നാമത്തെ സ്റ്റേജിൽ വരുമ്പം ഈ കംഫർട്ട് ഒരു സെൻസ് ഓഫ് കോംപ്ലൻസി, ഓക്കെ, സെൽഫ് സാറ്റിസ്ഫൈഡ്, ഒരു കോംപ്ലൻസി, ഒരു കംഫർട്ടിലേക്ക്, അങ്ങനെ കംഫർട്ട് കഴിഞ്ഞിട്ട് ഒരു സാറ്റിസ്ഫൈഡ് സ്റ്റേജിലേക്ക് അങ്ങനെ പോകും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദ സെൻസ് ഒരു ഫസ്റ്റ് സെൻസിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചു തുടങ്ങി ഒരാഴ്ചയും ഒരു 10 ദിവസം കഴിഞ്ഞാൽ വിചാരിക്കും ഇത്രയും പാനിക് ആവേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. നമുക്ക് പതുക്കെ സമയമുണ്ടല്ലോ, ഇനിയിപ്പോൾ എത്ര സമയമുണ്ട്, ജസ്റ്റ് കാൽക്കുലേറ്ററിൽ എടുത്ത് വന്ന് എത്രയുണ്ട് പഠിക്കാനുള്ളതെല്ലാം നോക്കിയിട്ട് ഇനി 180 days ഉണ്ട് എക്സാമിന്, നമുക്ക് പതുക്കെ പഠിച്ചാൽ മതി. ഇത്രയും പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഓർമ്മയൊന്നുമില്ലെങ്കിലും പതുക്കെ പഠിച്ചാൽ മതി. ഈ സെൻസ് ഓഫ് പാനിക്കിനെ മാറ്റി ഞങ്ങൾ സെൻസ് ഓഫ് കംഫർട്ടിനെ അങ്ങ് പുഷ് ചെയ്യാണ്. അങ്ങനെ ഞങ്ങൾ പതുക്കെ പതുക്കെ ഡിലേ ആവുക ചെയ്യുക അല്ലേ. അപ്പൊ ഈ പറഞ്ഞ ലാക്ക് ഓഫ് സീരിയസ്നെസ് ഓർ ഈ പറഞ്ഞ ഒരു സ്ലിപ്പ് ബാക്ക്, നമ്മളൊരു ട്രിക്കി മൊമെന്റിലേക്ക് പോയി അങ്ങ് ചാടുകയാണ് മനസ്സ്. അത് നമ്മൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക, അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ മറികടക്കുക, എന്നിട്ട് ആ കൺസിസ്റ്റൻസി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക, ഇതൊരു വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു സട്ടിൽ ടോപ്പിക്കാണ് ഇന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞങ്ങൾ ഈ ഡിസ്കഷനിലേക്ക് ഫർദർ കിടക്കാം. ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ സൊല്യൂഷൻ ആണ്, എന്തൊക്കെ പ്രോസസ്സാണ് ഞങ്ങൾക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എവിടെയാണ് ഈ പറഞ്ഞ സ്ലിപ്പ് ബാക്ക് ഓഫ് ട്രിക്കി മൂവ്മെന്റിലേക്ക് പോകുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സൊല്യൂഷനിലേക്ക് എത്താം. ഇതുപോലെ ഫസ്റ്റ് സെൻസ് ഓഫ് ടെംപ്റ്റേഷൻ എന്ന് പറയുന്നത് ഇനി 60 ദിവസം അല്ലെങ്കിൽ ഇനി 180 days ഉണ്ട്. അപ്പം ദിസ് ഈസ് ഏർലി ഡേയ്സ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് തുടങ്ങും അല്ലെ. അധികം പാനിക് ആവാതെ ഇരിക്കാൻ വേണ്ടി ദിസ് ഈസ് ഏർലി ഡേയ്സ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇപ്പൊ പ്രിപ്പയർ ചെയ്യണ്ട, നമുക്ക് പതുക്കെ പ്രിപ്പയർ ചെയ്താൽ മതി. ഒരു റിലാക്സ് ആയ മൂഡിൽ പോവാം. ഇങ്ങനെ റിലാക്സ് ആയ മൂഡിൽ പോകുമ്പോൾ ഒരു 3-4 days അങ്ങനെ വേസ്റ്റ് ആയി കിട്ടും. അപ്പോൾ 3-4 days വേസ്റ്റ് ആവുമ്പം ഇപ്പൊ വേസ്റ്റ് ആയതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല, നമുക്ക് മെന്റൽ സ്റ്റേറ്റ് ഓക്കെ ആക്കി വെക്കാം. പിന്നെ വി ക്യാൻ മേക്ക് ഇറ്റ് അപ്പ് ലേറ്റർ. മേക്ക് ഇറ്റ് അപ്പ് ലേറ്റർ എന്ന് പറയുമ്പോൾ സീരിയസ് ആവുന്നത് കുറച്ചുകൂടി കഴിഞ്ഞതിന് ശേഷം ആവാം. അപ്പൊ ഇവിടെ സീരിയസ് അല്ല എന്നുള്ളതല്ല, നമ്മൾ ഡിസ്ട്രാക്ഷനെ അധികം ഫോക്കസ് ചെയ്യുന്നുണ്ട്. അത് ഡിസ്ട്രാക്ഷൻ ആണോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയുന്നില്ല. അപ്പൊ ഒരു ദിവസം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 3-4 ദിവസം വേസ്റ്റ് ആവുക ചെയ്യും. ഈ 3-4 ദിവസം അങ്ങനെ കണ്ടിന്യൂസ്ലി വേസ്റ്റ് ആയി പോയി കഴിഞ്ഞാൽ 60-70 days അങ്ങനെ അങ്ങ് പോകും.
ഈ 60-70 ഡേയ്സ് അങ്ങനെ വേസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ ഞങ്ങളൊരു സെൻസ് ഓഫ് പാനിക്കിലേക്ക് പോവുക ചെയ്യുക. ദാറ്റ് മീൻസ് അവസാനത്തെ 15-20 ദിവസം ബാക്കി വരുമ്പോൾ നമ്മൾ ഫുൾ ഒരു സെൻസ് ഓഫ് പാനിക്കിലായിരിക്കും ഉണ്ടാവുക. ദാറ്റ് ഈസ് വി ഡിഡ്ന്റ് പ്രിപ്പയർ, ലാക്ക് ഓഫ് പ്രിപ്പറേഷൻ. ആ പാനിക് മോഡിൽ എത്തിയതിന് ശേഷം പിന്നെ നമ്മൾ പതുക്കെ പോകുന്നത് ഇസ് എ സെൻസ് ഓഫ് ഗിൽട്ട്. ഒരു സെൻസ് ഓഫ് ഗിൽട്ടിലേക്ക് ഏർപ്പെടും. സെൻസ് ഓഫ് ഗിൽട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ചിന്തിക്കുന്നത് ആ 60-70 ഡേയ്സിൽ ഞാൻ എന്തെങ്കിലും കുറച്ചും കൂടി പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ചിലപ്പോൾ ഉണ്ടാവില്ല എന്ന് സോ ഓൺ ആൻഡ് സോ ഫോർത്ത് ചിന്തിക്കും. ഞാനിപ്പോൾ പറഞ്ഞതിൽ കേട്ടവരുണ്ടെങ്കിൽ എന്തായാലും ഇതുമായിട്ട് റെസൊനേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യത്തെ 10 ദിവസം വളരെയധികം കൺട്രോളിലൂടെ ആയിരിക്കും ഞങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഫുൾ സാധനം പഠിച്ചത് നമുക്ക് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ള ഫുൾ കൺട്രോളിലായിരിക്കും. അതേപോലെ തന്നെയായിരിക്കും അവസാനത്തെ 20 ദിവസവും ഫുൾ കൺട്രോളിലായിരിക്കും. പാനിക് മോഡ് ആണെങ്കിലും നമ്മൾ വേറെ എവിടെയും ഡിസ്ട്രാക്ഷന് സമയമില്ല. അപ്പം നന്നായിട്ട് പഠിക്കുന്നതായിരിക്കും ലാസ്റ്റിലത്തെ 20 ദിവസവും. പക്ഷെ നമുക്ക് പറ്റുന്നത് മിസ്റ്റേക്ക് അല്ലെങ്കിൽ നമ്മൾ ലൂസ് ഓഫ് കൺട്രോൾ ആവുന്നത് ഈ നടുക്കുള്ള ഭാഗത്താണ്. ഈ മിഡിൽ ഫേസിലാണ് നമ്മൾ ഈ ഡിസ്ട്രാക്ഷൻ ഞങ്ങളെ വന്നിട്ട് ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പൊ ഈ വീഡിയോയുടെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിഡിൽ ഫേസ് ഓഫ് യുവർ എക്സാം പ്രിപ്പറേഷനിൽ ഞങ്ങൾ എങ്ങനെയാണ് ഈ കൺട്രോൾ ലൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇൻ ദിസ് റിഗാർഡ് ഈ വീഡിയോ എന്തൊക്കെയാണ് ആൻസർ ചെയ്യാൻ പോകുന്നത്. ദാറ്റ് മീൻസ് എങ്ങനെയാണ് ഞങ്ങൾ ഈ കൺട്രോൾ ലൂസ് ചെയ്യുന്നത്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ഈ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ എന്തൊക്കെ ഒബ്സ്റ്റക്കിളാണ് ഞങ്ങൾ ഫേസ് ചെയ്യുന്നതാണ് നമുക്ക് ഓരോ സെഗ്മെന്റ് ആയിട്ട് നോക്കാം. അപ്പോൾ ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ സെഗ്മെന്റിലേക്ക് കടക്കാം. ആദ്യമായിട്ട് എന്ത് കാരണം കൊണ്ടാണ് ഞങ്ങൾ ഈ കൺട്രോൾ ലൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇമാജിൻ ചെയ്യുക, നിങ്ങളൊരു ഹൈവേയിലൂടെ വണ്ടി ഓടിക്കുകയാണ്. സ്ട്രെയിറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാലാണ് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ പ്ലേസിൽ നിങ്ങൾ ചെന്നെത്തുക. അപ്പൊ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഓടിക്കേണ്ടത്. അപ്പൊ ഹൈവേ ആയതുകൊണ്ട് നിങ്ങൾക്ക് ധാരാളം എക്സിറ്റ് ലെഫ്റ്റിലും റൈറ്റിലായിട്ട് കാണാൻ പറ്റും. ആ എക്സിറ്റ് എന്തായാലും എടുക്കരുത്, ബിക്കോസ് നിങ്ങൾക്ക് പോകേണ്ട ഡെസ്റ്റിനേഷൻ വളരെ സ്ട്രെയിറ്റ് ആണ്. അഥവാ നിങ്ങൾ അറിയാതെ ഈ എക്സിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ബി എ ഡിടൂർ. ദാറ്റ് മീൻസ് ഈ ഐഡിയൽ ഹൈവേയിലേക്ക് തിരിച്ചെത്താൻ കുറച്ച് അമിത സമയം എടുത്തിട്ട് ആയിരിക്കും നിങ്ങൾ തിരിച്ചു വരിക. അത് മനസ്സിലായില്ലെങ്കിലോ അമിത സമയം ഇനിയും വർദ്ധിക്കും, അല്ലേ? സോ ഐഡിയൽ ഹൈവേയിലേക്ക് എത്താൻ പിന്നെ വളഞ്ഞ വഴിയൊക്കെ ആയി അവിടെ എത്തണം. അപ്പൊ എന്ത് വന്നു കഴിഞ്ഞാലും ഈ പറഞ്ഞ എക്സിറ്റുകൾ എടുക്കരുത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഒന്ന് റീകോൾ ചെയ്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ബിഞ്ച് വാച്ചിങ് എപ്പോഴാണ്? ബിഞ്ച് വാച്ചിങ് ഓഫ് TV എപ്പോഴാണ് ചെയ്തിട്ടുള്ളത്? ഇതൊന്നും വേണ്ട, ചിലപ്പോൾ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം തന്നെ ഒരു റോള് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ 3 മണിക്കൂർ പോയി കിട്ടിയത് നമുക്ക് മനസ്സിലാവില്ല, അല്ലെ? ചെറിയൊരു ബ്രേക്ക് എടുക്കാന്ന് വിചാരിച്ചിട്ട്, അല്ലെ, മൈൻഡ് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഫ്രഷ് ആവാന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒരു ഡിസ്ട്രപ്ഷൻ എടുത്തതായിരുന്നു. പക്ഷെ ഇതാ 3 മണിക്കൂർ ഇൻസ്റ്റാ സ്ക്രോൾ പോയതേ ഞങ്ങൾ അറിഞ്ഞില്ല. ഇൻസ്റ്റാഗ്രാമിൽ അങ്ങ് സ്ക്രോൾ ചെയ്ത് പോയി. ഇത് ആരുടെയും ഇന്റൻഷൻ അല്ല. റാദർ എന്താണ് ഇവിടെ വരുന്നത്? റാദർ ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റിലൂടെ ആയിരുന്നില്ല ബ്രേക്ക് എടുക്കുന്നത്. ഒരു 5 മിനിറ്റ് ഫ്രഷ് ആയിട്ട് വരാം എന്ന് വിചാരിച്ചിട്ട് പുറം ലോകത്ത് എന്ത് സംഭവിക്കുന്നു, അല്ലെ, വാട്ട്സ് ഹാപ്പനിങ് അറൗണ്ട് എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒരു ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ എടുത്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. ഈ 5 മിനിറ്റ് എപ്പോ കഴിഞ്ഞു ഞങ്ങൾ ആരും നോട്ടീസ് ചെയ്യില്ല. എപ്പോ കഴിഞ്ഞു ഈ 5 മിനിറ്റ് പോയി 3 മണിക്കൂർ ആയത് ചിലപ്പോൾ നോട്ടീസ് ചെയ്യില്ല. അപ്പൊ ഈ ഔട്ട് ഓഫ് കൺട്രോൾ ആയ നിമിഷം എപ്പോഴായിരുന്നു എന്ന് ജസ്റ്റ് ആ സോഴ്സ്, അല്ലെ, ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ സോഴ്സിലേക്ക് ഒന്ന് പോയി ഓഡിറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് അത് അത്രയും ട്രിവിയൽ ആയിരുന്നു, ഇൻസിഗ്നിഫിക്കന്റ് ആയ ഒരു മൊമെന്റ് ആയിരുന്നു. ദാറ്റ് യു ഡിഡ് നോട്ടീസ്. ഈ ഒരു നിമിഷത്തായിരുന്നു ഇറ്റ് വെന്റ് ഓഫ്. നമുക്ക് മനസ്സിലാവില്ല. അത്രയ്ക്ക് സട്ടിൽ ആയിട്ടുള്ള ഒരു ഡിസ്റപ്ഷൻ, ഒരു സട്ടിൽ ആയിട്ടുള്ള ഒരു സ്ലിപ്പറി ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നു ആ മൊമെന്റ്.
ഈ പറഞ്ഞ ഡിസ്ട്രാക്ഷൻ ഒരിക്കലും ഒച്ചത്തിൽ അനൗൺസ് ചെയ്തിട്ട് വരുന്നൊരു കാര്യമല്ല, അല്ലെ? ഇത് ഞങ്ങളുടെ മനസ്സിനെ ഡീറെയിൽ ചെയ്ത് ആവുന്ന ആ ട്രിക്കി മൂമെന്റ് ആണ് നമ്മളെ ഇതിനെ ഡീറെയിൽ ചെയ്യുന്നത് ഇൻഫാക്ട്. അപ്പൊ ഞങ്ങൾ ഈ CA പ്രിപ്പറേഷൻ ആയാലും ഏതൊക്കെ ഒരു പ്രൊഫഷണൽ എക്സാമിന്റെ പ്രിപ്പറേഷൻ ആയി കഴിഞ്ഞാലും ഈ ട്രിക്കി മൂമെന്റ്സ് ഒരുപാട് ഉണ്ടാവും. ഈ ട്രിക്കി മൂമെന്റ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികമായിട്ട് കണ്ടുവരുന്നത്, ഒന്നാമത് നമ്മൾ ബോറായി കഴിഞ്ഞാൽ അങ്ങനെ നമ്മളെ മനസ്സ് ചിലപ്പോൾ ഫ്ലൈറ്റ് എടുത്ത് പോകും. ഓക്കെ. രണ്ടാമത് നമ്മൾ സ്ട്രെസ്ഡ് ഔട്ട് ആയി കഴിഞ്ഞാൽ, മനസ്സ് സ്ട്രെസ്ഡ് ഔട്ട് ആണെങ്കിൽ നമ്മൾ വേവലാതിയിൽ കുറേ അങ്ങനെ നിൽക്കും. പഠിക്കുന്നു എന്ന് തോന്നും, പക്ഷെ പഠിത്തത്തിലല്ല. സ്ട്രെസ് ഔട്ട് ആയി കഴിഞ്ഞാൽ മനസ്സ് ഹേവായിരാവും. അങ്ങനെ ഒരു മൂമെന്റിൽ. മൂന്നാമത്തെ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയ കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സ് അങ്ങനെ പോകും. നാലാമത്തത് ഏറ്റവും അധികം സംഭവിക്കുന്നത്, ഒരു ടാസ്ക് ഫിനിഷ് ചെയ്ത് അടുത്ത ടാസ്കിന്റെ ട്രാൻസിഷൻ ഫേസിൽ ചിലപ്പോൾ മനസ്സ് പോയി. അപ്പൊ അങ്ങനെ പ്രാക്ടിക്കൽ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ, എനിക്കിപ്പോ ഒരു കോള് വന്നു, ആ കോൾ അറ്റൻഡ് ചെയ്ത് കോള് വെച്ച് കഴിഞ്ഞാൽ ആ നടന്ന എപ്പിസോഡ് 1 മണിക്കൂർ ഇങ്ങനെയല്ല പറഞ്ഞ് ഇങ്ങനെ പറയണമായിരുന്നു, അങ്ങനെ ചെയ്യാമായിരുന്നു, അല്ല എന്തൊക്കെ കാര്യമായിരുന്നു, അങ്ങനെ തോന്നും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 5 മിനിറ്റിന്റെ ബ്രേക്ക് എടുത്തപ്പോൾ അവരൊരു കൊറിയർ ആരെയോ വന്നു, അത് പോയി കളക്ട് ചെയ്യാൻ പോയി. അവിടെ അടുത്ത് സംസാരിച്ച് നിന്നപ്പോഴായിരുന്നു നെയ്ബറിനെ കണ്ടു. നെയ്ബർ എന്തൊക്കെയാണ്, എങ്ങനെ പ്രിപ്പറേഷൻ, അങ്ങനെ പോയി. പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞു, ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞു. പിന്നെ അത് വന്ന് ഇരുന്നതിന് ശേഷം വീണ്ടും മനസ്സങ്ങോട്ടേക്ക് പോവുക. ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ഒരാളുടെ ഇൻഫർമേഷൻ കേട്ട് പിന്നെ ഞങ്ങൾ മനസ്സങ്ങനെ പോയി പ്രിപ്പറേഷൻ ചെയ്യാൻ എടുക്കുവാണ്, പക്ഷെ അതങ്ങനെ മനസ്സ് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. പക്ഷെ എങ്കിൽ എല്ലാവരുടെയും പ്രിപ്പറേഷനും ലൈഫ് യുണീക്കാണ്. അപ്പൊ നിങ്ങൾക്കറിയാം നിങ്ങളുടെ എവിടെ എന്തൊക്കെയാണ് ആ ട്രിക്കി മൂമെന്റ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ ഇത്തരമുള്ള ട്രിക്കി മൂമെന്റ്സിനെ കുറിച്ച് അവെയർ ആയി അതിനെ ഐഡന്റിഫൈ ചെയ്യും. അപ്പൊ കുറച്ച് ദിവസം നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളെ തന്നെ നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ട്രിക്കി മൂമെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ആവണം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇത്തരമുള്ള ട്രിക്കി മൂമെന്റ്സിനെ കുറിച്ച് അവെയർ ആവുക. ഞങ്ങൾ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളതിന്റെ ഒരു ട്രിക്കി മൂമെന്റ്സ് എന്തൊക്കെയാണ് ഞങ്ങൾ അവെയർ ആവുക. അവെയർ ആയി കഴിഞ്ഞാൽ ഈ ട്രിക്കി മൂമെന്റ്സ് എങ്ങനെ അവെയർ ആവുന്നത്, ഞങ്ങളൊരു ഫുൾ ഡേ ഒബ്സർവേഷൻ ഞങ്ങളെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരമുള്ള ട്രിക്കി മൂമെന്റ്സിനെ കുറിച്ച് അവെയർ ആവും. അവെയർ ആയി കഴിഞ്ഞാൽ എന്താണ് വേണ്ടത്, ഏത് തരം ട്രിക്കി മൂമെന്റ്സ് വന്നു കഴിഞ്ഞാൽ ഞാൻ അടുത്തതായി എന്താണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ബോറായി കഴിഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യുക, വളരെ ഡള്ളായ മൂമെന്റ് ആയി കഴിഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യുക, ഞാൻ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാഗ്രാം എടുക്കും. ഇൻസ്റ്റാഗ്രാം അങ്ങ് പൊളിച്ചെടുക്കുകയല്ലേ 3 മണിക്കൂർ എന്ന് ഞാൻ വെറുതെ പറയാണ്. ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ചിലപ്പോൾ യൂട്യൂബ് ആയിരിക്കും, അല്ലെങ്കിൽ സ്നാപ്ചാറ്റ് ആയിരിക്കും, എന്തൊക്കെ ഉണ്ട് സാധനം കുറെ ഉണ്ട്. അപ്പൊ എന്തെങ്കിലും ഈ പറഞ്ഞ മൊമെന്റ്സിലേക്ക് കടന്നതിന് ശേഷം അടുത്തതായി ഞാൻ എന്ത് ചെയ്യുന്നു, അതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അത് എത്ര ടൈം പോകുന്നു എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പൊ ഇത്തരമുള്ള ട്രിക്കി മൂമെന്റ്സ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ എന്താണ് സ്വാഭാവികമായി ചെയ്യുന്നത്, എന്താണ് ചിന്തിക്കേണ്ടത്, എങ്ങനെയാണ് ഈ പറഞ്ഞ ഡിസ്ട്രാക്ഷനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് അടുത്ത ചെയ്യേണ്ടത്. സോ വാട്ട് ക്യാൻ യു ഡു അബൌട്ട് ഇറ്റ് ഈസ് സിംപ്ലി ടു എലിമിനേറ്റ് ദീസ് കൈൻഡ് ഓഫ് ഡിസ്ട്രാക്ഷൻ. അപ്പൊ അടുത്തതായി ഞങ്ങൾ എന്താണ് ചെയ്യുക, നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാം. ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ടേക്ക് എ പീസ് ഓഫ് പേപ്പർ. ഒരു പീസ് ഓഫ് പേപ്പർ എടുക്കുക. അതിനകത്ത് ഞങ്ങൾ ഓരോ ഡിസ്ട്രാക്ഷൻസ് എഴുതി വെക്കുക. ഫോർ എക്സാമ്പിൾ, ഞങ്ങൾ ഫസ്റ്റ് ഡിസ്ട്രാക്ഷൻ വരുന്നത് ചിലപ്പോൾ നെറ്റ്ഫ്ലിക്സ് ആവാം, ചിലപ്പം യൂട്യൂബ് ആവാം, പിന്നെ ഇൻസ്റ്റാഗ്രാം ആവാം, പിന്നെ XXX ചാനൽ ആവാം, പിന്നെ ചിലപ്പം സ്നാപ്ചാറ്റ് ആവാം, പിന്നെ ഞങ്ങൾ ആരോടെങ്കിലും റിലേറ്റീവ്സിനോട് സംസാരിക്കുന്നതാവാം. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ അങ്ങനത്തെ ഒരു ലിസ്റ്റ് തന്നെ നമുക്ക് എക്സോസ്റ്റീവ് ലിസ്റ്റ് ആയിരിക്കണം. എന്തൊക്കെയാണ് ഞങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻ ആയിട്ട് ഞങ്ങളുടെ സെൻസ് ഓഫ് കൺട്രോൾ ലൂസ് ചെയ്തു പോകുന്ന എന്തൊക്കെയാണ് നമുക്ക് മനസ്സിൽ വരുന്നത്, അതൊക്കെ എഴുതി വെക്കും. ഈ പറഞ്ഞ കൺട്രോൾ, ഈ സെൻസ് ഓഫ് കൺട്രോൾ ലൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് ഞങ്ങൾ എഴുതി കഴിഞ്ഞാൽ അടുത്തതായി ഞങ്ങൾക്ക് ചെയ്യേണ്ടത് ഇതിനെ റീഫ്രെയിം ചെയ്തിട്ട് എലിമിനേറ്റ് ചെയ്യലാണ് അടുത്ത ആക്ഷൻ. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഈ ഇൻസ്റ്റാഗ്രാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിൽ പറയേണ്ടത്, ഓക്കെ, ദിസ് ഈസ് ദ റൂട്ട് കോസ് ഓഫ് മൈ ഡിസ്ട്രപ്ഷൻ. അല്ലാതെ അതൊരു സോഴ്സ് ഓഫ് എന്റർടൈൻമെന്റ് അല്ല. ഇതാണ് ഞങ്ങളെ മനസ്സിൽ ഒരു റീഫ്രെയിം ചെയ്യേണ്ടത്. മനസ്സിന് അങ്ങനെയാണ് പ്രോഗ്രാം ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പറഞ്ഞ ആക്ടിവിറ്റി ചെയ്തത്. ഓക്കെ, ദിസ് ഈസ് ദി എക്സിറ്റ്
ഓഫ് മൈ ഹൈവേ ആൻഡ് ഇറ്റ് ഈസ് ലീഡിങ് മീ ടു ഡിസ്റപ്റ്റ് ദി ഐഡിയൽ പാത്ത്. അപ്പൊ നമ്മുടെ റാഷണൽ ആയ പേഴ്സൺ എന്താണ് ചെയ്യേണ്ടത്? ഇതിനെ സ്വാഭാവികമായിട്ട് എലിമിനേറ്റ് ചെയ്യുക, ഈ ആപ്പിനെ അങ്ങ് ഡിലീറ്റ് ചെയ്യും. അപ്പൊ ഈ പറഞ്ഞ ഫുൾ വീഡിയോ ഇവിടം വരെ കണ്ടത് ഈ ആപ്പ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അല്ല. ഇനി എന്താണ് ശരിക്കും ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ മുന്നോട്ട് പറയുന്നതായിരിക്കും. വീഡിയോ ഇതുവരെ കണ്ടവര് എല്ലാവരും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടാവും, ഈ ആപ്പ് ഡിലീറ്റ് ചെയ്യാനുള്ള കാര്യമല്ലേ, അത് നമുക്കറിയാം. ഒബ്വിയസ്ലി ഇവിടം വരെ എത്തുന്നതിന് മുന്നേ നമുക്കറിയായിരുന്നു ഇതെന്തായാലും ആപ്പ് ഡിലീറ്റിന്റെ കാര്യമാണ് പറയുന്നത്. പക്ഷെ എന്നാലും ഇതുവരെ എല്ലാവർക്കും ഈ പറഞ്ഞ ഡിസ്ട്രാക്ഷനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതെന്തുകൊണ്ട്? എന്തുകൊണ്ടോ ഒരു ഇല്യൂഷൻ ലെവൽ ഏർപ്പെടുന്നുണ്ട്. അത് കാരണമാണ് ഇവർക്ക് ഈ പറഞ്ഞ ഡിസ്ട്രാക്ഷന് മോചനമില്ലാത്തത്. എന്തൊക്കെയാണ് ഈ ഇല്യൂഷൻ? ആ ഇല്യൂഷനെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? എങ്ങനെയാണ് മറികടക്കാൻ പറ്റും? ഈ ആപ്പ് ഡിലീഷൻ മാത്രം പറയാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്തത്. അതിൽ there is something further you have to understand. അപ്പൊ മനസ്സിന് ഒരു ഇല്യൂഷൻ നമ്മൾ വെക്കുന്ന കാരണമാണ് ഈ ഡിസ്ട്രാക്ഷനെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. ആ ഇല്യൂഷനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഡിസ്ട്രാക്ഷൻസ് നമുക്ക്, ആ ഷാക്കിൾസിനെ പൊട്ടിക്കാം. എന്തൊക്കെയാണ് ഇല്യൂഷൻ എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. പ്രധാനമായ 4 തരം ഇല്യൂഷൻ ആണ് ആൾക്കാർക്കുള്ളത്. ഈ ഇല്യൂഷൻ ഓരോന്നോരോന്നായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ ഇതിന്റെ അവസാനം നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി ഉണ്ടാവും. അപ്പൊ ആദ്യമായിട്ടുള്ള ഇല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആപ്പ് ആയാലും ഏത് തരം ഡിസ്ട്രാക്ഷൻ ആയാലും ഇതെനിക്ക് ആവശ്യമുണ്ട്. എന്തിന്? എൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. എൻ്റെ പ്രിപ്പറേഷൻ ആവശ്യമുള്ളതാണ്. അതിപ്പോൾ സ്നാപ്ചാറ്റ് ആയാലും ടെലിഗ്രാം ആയാലും യൂട്യൂബ് ആയാലും എൻ്റെ പ്രിപ്പറേഷൻ ഇത് ആവശ്യമുണ്ട്. ഇതൊരു ഏറ്റവും വലിയൊരു ബുൾഷിറ്റാണ്. അതെന്ത് കാരണം എന്ന് വെച്ചാൽ, ഈ CA എക്സാം വന്നിട്ട് കാലങ്ങളായി അല്ലെ, ഇതൊന്നും കാലങ്ങളായി. പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്നാപ്ചാറ്റും ടെലിഗ്രാമും ഇതും യൂട്യൂബും ഒക്കെ ഇപ്പൊ വന്നതല്ലേ. എന്നാലും ആയി ഒരു 3-4-5 കൊല്ലം. യൂട്യൂബൊക്കെ അതിലും പഴയതാണ്. എന്നാലും ഈ ടെലിഗ്രാമും എല്ലാം വന്നിട്ട്, സ്നാപ്ചാറ്റൊക്കെ വന്നിട്ട് കുറച്ചു കാലമേ ആയിട്ടുള്ളൂ. അപ്പൊ ഇത്തരം ഫോറമും ഇത്തരം പ്ലാറ്റ്ഫോമും ഒക്കെ ഈയിടെ വന്നതാണ്. അല്ല സാർ, ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമിലൊക്കെ ഞങ്ങൾക്ക് നോട്ട്സും ഒക്കെ കിട്ടിയിട്ടുണ്ടാകും. സാറിനും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവുമല്ലോ ഈ നോട്ട്സ് ഒക്കെ ഉള്ളത്. കിട്ടിയിട്ടുണ്ടാവണം. പക്ഷെ എങ്കിൽ ആ സ്നാപ്ചാറ്റിൽ ഇതിനും അല്ലെങ്കിൽ ഈ പറഞ്ഞ ടെലിഗ്രാമിലും ഈ നോട്ട്സ് മാത്രമല്ല, വെറുതെ കുറെ ഡിസ്കഷൻ, അലമ്പ് ഡിസ്കഷൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. നടക്കൂലേ. ചുമ്മാ വെറുതെ ICAയുടെ മെറ്റീരിയൽ. ഇന്നത്തെ മെറ്റീരിയലൊക്കെ നല്ല അടിപൊളി മെറ്റീരിയലാണ്. പണ്ടത്തെ മെറ്റീരിയലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ തലചുറ്റി വീഴും. അങ്ങനത്തെ മെറ്റീരിയലായിരുന്നു. വേണമെങ്കിൽ അങ്ങനെ റോ ഡാറ്റ ഇട്ട് അങ്ങ് വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ അങ്ങനെയല്ല. പഠിക്കാൻ വേണ്ടി അതിന്റെ സിനോപ്സിസ്, റീക്യാപ്സുലേറ്റ്, എന്തൊക്കെ കാര്യം, ടേബിൾ ഫോം, കളറിങ്, നല്ല പിക്ചറൈസേഷൻ, നല്ല ഗ്രാഫ് ഡിസൈൻ, നല്ലവണ്ണം മനസ്സിലിരിക്കുന്ന തരം, വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ബുക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. പ്ലസ് RTP, MTP, മോക്ക് ടെസ്റ്റ് പേപ്പേഴ്സ് ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ പ്രിപ്പയർ ചെയ്താൽ തന്നെ നമുക്ക് നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. റിവിഷൻ കണ്ടിന്യൂസ്ലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പം ഈ റിവിഷന് വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ആക്റ്റീവ് റീകോൾ ടെക്നിക്ക്. എൻ്റെ വീഡിയോയിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്, എൻ്റെ ചാനൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കാണണം. ഇറ്റ്സ് എ ബെസ്റ്റ് ടെക്നിക് ദാറ്റ് വിൽ ഹെൽപ്പ് യു ആക്റ്റീവ്ലി റിമെമ്പർ ആൻഡ് റീകോൾ തിങ്സ് ഡ്യൂറിങ് യുവർ എക്സാമിനേഷൻ. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യുമ്പം ഇത്തരം കാര്യങ്ങൾ മതി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷനും കാര്യങ്ങളും ഞങ്ങൾക്ക് പ്രിപ്പറേഷന് വേണ്ടി വേണം എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളെ തന്നെ ഫൂൾ ചെയ്യലാണ്. ഓക്കെ. നമുക്ക് ക്വിക്ക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണം, അല്ലെങ്കിൽ സ്കാനർ വേണം, അല്ലെങ്കിൽ ബേർഡ് ഐ വ്യൂ വേണം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്ക് വേണം. ഇതൊക്കെ ഫൂൾ ചെയ്യലാണ്. ഇതൊന്നും ആവശ്യമില്ല. അഥവാ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ സാറ്റിസ്ഫൈഡ് ആകും. ഇത് കിട്ടി, എന്തെങ്കിലും ഒരു നോട്ട്സ് കിട്ടി, ഇത് ശരിയാണോ, ഈ ഹാൻഡ് റിട്ടൺ നോട്ട്സ് കറക്റ്റ് ആണോ, ഇതിൽ തന്നെ വരുമോ, അതൊന്നും ഷുവർ ആയിരിക്കില്ല. ഇതൊക്കെ വേവലാതിയിൽ അങ്ങനെ പോവുക ചെയ്യും. അപ്പൊ ഇത്തരം ഡിസ്ട്രാക്ഷനെ ഞങ്ങൾ കില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി ബെസ്റ്റ്. അപ്പൊ ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ നെസസിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഈ ആപ്സ് ഒക്കെ നെസസറി ആണ് ഞങ്ങളുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് തെറ്റാണ്.
സ്റ്റേ ഔട്ട് ഓഫ് ദീസ് കൈൻഡ് ഓഫ് ഫോറംസ് ആസ് വെൽ ആസ് ഡിസ്കഷൻ. സ്റ്റേ ഔട്ട് ഓഫ് ഇറ്റ്. രണ്ടാമത്തെ ഇല്യൂഷൻ, ഞങ്ങൾ കുറച്ചായിട്ട് യൂസ് ചെയ്തോളാം ഈ ആപ്പ്, മോഡറേഷനിൽ. അധികമൊന്നും യൂസ് ചെയ്യൂല, കുറച്ച്. ഈ പറഞ്ഞ കാര്യം നിങ്ങളെ വീണ്ടും ഫൂളാക്കുകയാണ്. നിങ്ങളെ മാത്രമല്ല, നിങ്ങളെ പാരൻസും ഇത് കാണുന്നുണ്ടെങ്കിൽ പാരൻസിനെയും ശരിക്കും ഫൂളാക്കുക തന്നെയാണ് ചെയ്യുന്നത്. കോടിക്കണക്കിന് രൂപ ചെലവിട്ടാണ് ഈ ഇൻസ്റ്റാഗ്രാമിന്റെ ആപ്പ് ഡെവലപ്പ് ചെയ്ത്, വളരെ ബെസ്റ്റ് മൈൻഡ്സ് ആണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് നിങ്ങളെ എങ്ങനെ ഇതിനകത്ത് ഹുക്ക് ചെയ്ത് വെക്കണം എന്നുള്ളത് അവർക്കറിയാം. നിങ്ങൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും ഇതിനെ ഔട്ട്സ്മാർട്ട് ചെയ്യാൻ വേണ്ടി. നിങ്ങൾക്കറിയാലോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റീൽ ഏതാ വേണ്ടത്, അതിന്റെ പിന്നാലെ എങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, സജഷനിൽ വരും. അത് നെറ്റ്ഫ്ലിക്സ് ആയാലും പിന്നെ റീൽസ് ആയാലും, അല്ലേ, അറിയാലോ. അപ്പൊ നല്ല ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും ഈ മോഡറേഷനിൽ മാത്രമായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കാനും കൂടി. അപ്പൊ ഇതിനകത്ത് പുറത്തേക്ക് കടക്കാൻ പറഞ്ഞ് ഇല്യൂഷൻ എന്ന് പറയാൻ പാടുപെടും. എൻ്റെ ഫ്രണ്ട്സും പിന്നെ കുറെ പേരും ഈ പറഞ്ഞ ആപ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതാണ് മൂന്നാമത്തെ ഇല്യൂഷൻ. എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും എന്ന് പറഞ്ഞാൽ കുറെ ഫ്രണ്ട്സ് എല്ലാം എന്ത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ ആ മറ്റേ ഈ ഇന്റർവ്യൂ ചെയ്ത റാങ്കേഴ്സിന്റെയും മറ്റേവരൊക്കെ നോക്കിയ, അവരൊക്കെ ആപ്സും സോഷ്യൽ മീഡിയ എല്ലാം നോക്കിയിട്ടാണ് ഫെച്ച് ചെയ്തിട്ട് അവര് പഠിക്കുന്നത്. അപ്പൊ അവർക്കൊക്കെ പറ്റുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് യൂസ് ചെയ്താൽ എന്താ? ഇതാണ് ഇല്യൂഷൻ. അപ്പം ഈ മോസ്റ്റ് ഓഫ് ദ ഫ്രണ്ട്സും എല്ലാം പറഞ്ഞ സോ കോൾ റാങ്കേഴ്സോ അല്ല ആരെങ്കിലും ഇത് പറയുന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു റോങ് ആയിട്ടുള്ള ഒരു റെഫറൻസ് ആണ് എടുക്കുന്നത്. അവര് ജീവിതമല്ല നിങ്ങളെ ജീവിതം. അവര് ശരിക്കും ഉള്ള കാര്യം തന്നെയാണോ പറഞ്ഞത് എന്നുള്ളത് നമുക്കറിയില്ല. അവർക്കത് വർക്ക് ആവുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ജസ്റ്റ് ഫൈൻ. പക്ഷെ മോസ്റ്റ് ലൈക്ലി ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു വർക്ക് ഫോർ യു. നിങ്ങൾക്ക് ഇതൊരു ഡിസ്ട്രാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ എലിമിനേറ്റ് ചെയ്യേണ്ടതാണ്. ഞങ്ങളെ ലൈഫിനെ അവരെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. സോ ഇറ്റ്സ് മോസ്റ്റ് ലൈക്ലി നോട്ട് ഗോയിങ് ടു വർക്ക് ഫോർ യു. സോ യു ഹാവ് ടു ഫോക്കസ് ഓൺ ഇറ്റ്. If it is a distraction, definitely you have to eliminate it. നാലാമത്തെ ഇല്യൂഷൻ, ആൾക്കാരെന്താ പറയുക, വാട്ട് വുഡ് പീപ്പിൾ സേ. ഇതെനിക്ക് വളരെ അനുഭവമുള്ള ഒരു ഇല്യൂഷനാണ്. ഞാൻ തന്നെ ആ ഇല്യൂഷനിലായിരുന്നു. ആൾക്കാരെന്താ പറയുക, അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഒക്കെ എന്താ പറയുക. ഞാൻ ചിലപ്പോൾ ഈ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ അങ്ങ് ഡിസപ്പിയർ ആവും, ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കി വെക്കും, ആൾക്കാരുടെ അടുത്ത് സംസാരിക്കില്ല, അധികം സംസാരിക്കില്ല. ഓക്കെ, അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ ഡിസ്ട്രാക്ഷൻ ഇതാണ് എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ആൾക്കാർ എന്ത് പറയും, എന്ത് ചെയ്യും എന്നുള്ളത് എപ്പോഴും ഉണ്ടാവും. അതെനിക്കും ചിലപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന ആൾക്കാർക്കും എല്ലാം തോന്നും. ഈ ആൾക്കാർ എന്ത് പറയുന്നു, എന്ത് ചെയ്യുന്നു ഒക്കെ വേവരാതിപ്പെടേണ്ട എന്താ ആവശ്യം, അല്ലെ? അപ്പൊ ഈ ഡിസ്ട്രാക്ഷൻ എങ്ങനെ വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾക്കാർ എന്ത് പറയും ഈ പറഞ്ഞ ഞാൻ ഈ എലിമിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഗായബായി ഇരുന്ന് കഴിഞ്ഞാൽ, മീൻസ് അറിയാതെ ഡിസപ്പിയർ ആയി ഇരുന്ന് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ഒരു കമന്റ് പാസ് ചെയ്യും, അല്ലെ? അപ്പം അവൻ എങ്ങനെ കമന്റ് പാസ് ചെയ്യുന്നത്, അവൻ ഈ എക്സാമിൽ ക്ലിയർ ആവാത്തതിനുള്ള കാരണം തന്നെ ഇവൻ അധികം സീരിയസ് ആയിരിക്കില്ല. അല്ല ശരിക്കും പഠിക്കുന്നുണ്ടാവില്ല, അല്ലെ അവന് മനസ്സിലാവാത്ത കൊണ്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ടായിരിക്കണം ഇത്രയും കൂടുതൽ അറ്റംപ്റ്റ് ഒക്കെ അവന് എടുക്കേണ്ടി വന്നത്. അപ്പം ഒരു പക്ഷെ അങ്ങനെയാണെന്ന് തന്നെ വിചാരിച്ച് ഞാനൊരു ദിവസം തീരുമാനിച്ചു, എൻ്റെ ഡിസ്ട്രാക്ഷൻസ് ഇതൊക്കെയാണ്, ഞാൻ തീരുമാനിച്ചു, ഞാൻ ഡിസിപ്പിയർ ആയി. ഈ പറഞ്ഞ കാര്യങ്ങൾ, ഫോൺ സ്വിച്ച് ഓഫ്, ഞാൻ അടച്ചിട്ട് മുറിയിൽ ഇരുന്നിട്ട് പഠിക്കുവാണ്. ആൾക്കാർ വരുന്നത് അവരോടോ ഇവരോടോ ഒന്നും സംസാരിക്കാതെ ഞാൻ എൻ്റെ ടാർഗറ്റ് ഫിനിഷ് ചെയ്യാം. ഇത് മാത്രം ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ യെസ്, ഐ ഹാവ് അച്ചീവ്ഡ് ഇറ്റ്. ആൻഡ് നൗ പീപ്പിൾ ആർ സേയിങ് ദാറ്റ് ഇപ്പൊ അവൻ ഒരുപാട് സീരിയസ് ആയിട്ടാണ്, അവനിപ്പം സമയമേ ഇല്ല. So it is better to, what I prefer is that it is better to be very serious and you don't have time for others rather than be called as, not genuine and being negligent. അങ്ങനെയാണ് നേരം നല്ലത്. So if you want to take big decision in your life, you have to identify these kind of distraction and get rid of it. അല്ലെങ്കിൽ ഞങ്ങൾ ഈ ആൾക്കാരുടെ കമന്റ്സും അവർ പറയുന്നതും കേട്ടിരുന്നു കഴിഞ്ഞാൽ, അതിനാണ് കൂടുതൽ വെയിറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പറഞ്ഞ വലിയ ഡിസിഷൻസ് ലൈഫിൽ ഒരിക്കലും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം ഡിസിഷൻ എടുത്ത് നിങ്ങൾ ഈ പറഞ്ഞ ഡിസ്ട്രാക്ഷൻസ് അങ്ങ് ഡിസപ്പിയർ ആവുന്നുണ്ടെങ്കിൽ
ഞാൻ ധാരാളം ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നവർ അപ്പം തന്നെ ഒരു സ്റ്റോറി ഇടും, അല്ല അപ്പം തന്നെ ഒരു റീൽ ഇടും, അല്ല അപ്പം തന്നെ ഒരു സ്റ്റേറ്റസ് ഇടും. ഞാൻ ഇങ്ങനെ അനൗൺസ് ചെയ്തിട്ട് എന്നെ ഡിസപ്പിയർ ആവുകയാണ് എൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. പ്രിപ്പറേഷൻ അല്ല, അവരെ മനസ്സിൽ എന്തുണ്ടോ ഇപ്പോഴുള്ള ഒരു ഫീലിംഗ് അപ്പം തന്നെ എടുത്ത് സ്റ്റേറ്റസ് ഇടും. അപ്പൊ ഈ സ്റ്റേറ്റസ് ഇട്ടവർ ഇതെന്തിനാ ഇവരിങ്ങനെ ഒരു മെന്റൽ സ്റ്റേറ്റസ് ഇട്ടത്? കുറെ ആൾക്കാർ അറിയും അല്ലെ? അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആ പോസിറ്റീവ് വൈബ്രേഷൻ അല്ല അത് പോകുന്നത്. അപ്പൊ ചില ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാം, അവര് ആരെയോ കാണിക്കാൻ വേണ്ടി ഇട്ടതാണ് ഈ പോസ്റ്റ്. ഓക്കെ, അതൊക്കെ ഉണ്ടോ അറിയില്ല, അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ളതിന്റെ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഒരു ഡിസ്ട്രാക്ഷൻ ആവണ്ട എന്ന് വിചാരിച്ച് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അധികം ആൾക്കാരും നിങ്ങൾക്ക് ഓൾ ദി ബെസ്റ്റ്, ബി സക്സസ്ഫുൾ, ഞങ്ങൾ ആരും ഡിസ്റ്റർബ് ചെയ്യില്ല, കീപ് ഇറ്റ് അപ്പ് എന്നുള്ള പറഞ്ഞ മെസ്സേജ് ഒക്കെ വരും. ചിലപ്പോൾ അതിന് റിപ്ലൈ ചെയ്ത് പോയി വരുമ്പോഴത്തേക്ക് ഒരു 2 റൗണ്ട് 3 റൗണ്ട് 12 റൗണ്ടെങ്കിലും ആവും ചാറ്റില്. അപ്പൊ ഈ പറഞ്ഞ പരിപാടിക്കൊന്നും നിൽക്കണ്ട. അതാണ് പറഞ്ഞു വന്നത്. സോ ഈ കൺവെർസേഷൻ നമ്മൾ ഒരു സ്ഥലം തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ 1ഉം 2ഉം റൗണ്ടിൽ നിൽക്കില്ല, 12 റൗണ്ട് പോകും. എന്നാൽ നല്ലൊരു റിലേറ്റീവോ നല്ലൊരു ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ ഈ പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് 4-5 മാസം കഴിയുമ്പോഴത്തേക്ക് ഈ ലോകം അവിടെ തന്നെ ഉണ്ട്, വേറെ എവിടെയും പോകുന്നില്ല, ഇതവിടെ തന്നെ ഉണ്ട്. അപ്പൊ ഇത്തരം വിദ്യകളായിരുന്നു ഞാൻ യൂസ് ചെയ്തത് എൻ്റെ CA ഇന്ററിലായാലും ഫൈനലിലായാലും. എൻ്റെ ഡിസ്ട്രാക്ഷൻ എന്താണ് ഞാൻ ഐഡന്റിഫൈ ചെയ്തത്. എൻ്റെ ഡിസ്ട്രാക്ഷനിൽ പാട്ടും ഉണ്ടായിരുന്നു, TV വെറുതെ ചാലുവാക്കി. എനിക്ക് TV കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അതെൻ്റെ ഒരു മെയിൻ ഡിസ്ട്രാക്ഷനും കൂടി. ഭയങ്കര ഇഷ്ടമാണ്. എന്താണ്, ജസ്റ്റ് അത് കണ്ടിരിക്കുക, അതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളത് കണ്ടിരിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ എനിക്കറിയാം അതെന്റെ വീക്ക്നെസ്സും കൂടിയാണ്. ഇഷ്ടം കൂടിയാണെങ്കിലും വീക്ക്നെസ്സും കൂടിയാണ്. അത് ഉണ്ടാവുമ്പോൾ എനിക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല, ബിക്കോസ് ഞാൻ അത് ശ്രദ്ധിച്ച് കാണും. അപ്പൊ അതുകൊണ്ട് അതെന്റെ വീക്ക്നെസ് പറഞ്ഞ് ഞാനത് ഓഫ് ചെയ്യും. അപ്പൊ ഞാൻ കാണുമെന്ന് മാത്രമല്ല, അത് TV ഞാൻ വീട്ടിലേ ചാലുവാക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ TV അവിടെ ചാലുവാണ് എന്നുള്ള ഒരു ഡിസ്ട്രാക്ഷൻ പോലും പാടില്ല. എന്നുവെച്ചാൽ എനിക്ക് വേണ്ടുന്ന കാര്യം അത്രയ്ക്ക് അത്യാവശ്യമായുള്ള ഒരു കാര്യമായതുകൊണ്ട് ഞാൻ അതിന് സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു. ഓക്കെ, പാട്ട് ആരെങ്കിലും വീട്ടിൽ കേൾക്കുന്നുണ്ടെങ്കിൽ അവര് ഇയർഫോൺ ഇട്ട് കേൾക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ട് കേൾക്കും. ഞാനൊന്നുമേ അങ്ങനെ കേൾക്കാറില്ല. അപ്പൊ എനിക്ക് വേണ്ടുന്ന കാര്യം മാത്രം ഞാൻ ചെയ്യും. അപ്പം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളെ ഡിസ്ട്രാക്ഷൻ ഐഡന്റിഫൈ ചെയ്തിട്ട് ഈ പറഞ്ഞ ടാസ്ക് ചെയ്യുക. അപ്പൊ എന്താണ് ഞങ്ങളുടെ ടാസ്ക്? ഫസ്റ്റ് പീസ് ഓഫ് പേപ്പർ എടുക്കുക, ഇതിനകത്ത് അറിയുന്ന നിങ്ങൾക്ക് എക്സോസ്റ്റീവ് ആയിട്ടുള്ള ഡിസ്ട്രാക്ഷൻ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് എഴുതി വെക്കുക. സെക്കൻഡ് സ്റ്റെപ്പാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഈ പറഞ്ഞ ആപ്സിനെയും കാര്യങ്ങളിലൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇൻസ്പയർ ആയി കഴിഞ്ഞ് ഞാൻ എൻ്റെ എല്ലാ ആപ്ലിക്കേഷൻസും ഡിസ്ട്രാക്ഷൻസിനെ എലിമിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം സ്ലോലി മനസ്സിതാ വീണ്ടും പഴയതിലേക്ക് പോവാൻ നോക്കുമ്പം എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ എക്സിറ്റ് ആണത്. ഞാൻ സ്ട്രെയിറ്റ് ആയി പോകുന്ന ഹൈവേയിലെ എക്സിറ്റ് ആണ് എന്നെ കാണിക്കുന്ന എൻ്റെ വഴിയില്. അതിലേക്ക് ഞാൻ പോയില്ല. എൻ്റെ മനസ്സിനെ ഞാൻ അങ്ങനെ റീപ്രോഗ്രാം ചെയ്തിട്ടാണ് ഉള്ളത്. അപ്പോ ഞങ്ങളുടെ മനസ്സ് വീണ്ടും അങ്ങോട്ടേക്ക് പോവില്ല. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇവിടെ വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഷെയർ ചെയ്യണം. നിങ്ങളെ വാല്യുബിൾ കമന്റ്സ് ഇതിനകത്ത് ഇടണം. കമന്റ്സ് ആയിട്ട് നിങ്ങൾ ഇന്ന് നിങ്ങളെ ഈ പറഞ്ഞ ഡിസ്ട്രാക്ഷൻസ് ഓരോന്നായിട്ട് എലിമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റൈറ്റ് ഇൻ ദ ചാറ്റ് ആസ് അൺഇൻസ്റ്റാൾ ഓർ എലിമിനേറ്റ്. അൺഇൻസ്റ്റാൾ ഓർ എലിമിനേറ്റ് നിങ്ങൾ എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്തരം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സബ്സ്ക്രൈബ് ടു ദ ചാനൽ Comrade CA without failing. Also hit a like button and also share with your near and dear ones to get rid of their distraction and focus on to their goal. So